നെറ്റ്ഫ്ലിക്സിലുള്ള പുതിയൊരു മിനി സീരീസ് കൊടുക്കുന്നുണ്ട് റിപ്ലി. ഇതൊരു നിയോനോർ ജോണറിലുള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസാണ്. ത്രില്ലർ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ടൈപ്പ് സാധനമല്ല. ഭയങ്കര സ്ലോ ബേണാണ്. സ്ലോ ബേൺ എന്ന് പറഞ്ഞാൽ നല്ല സ്ലോ പേസിലുള്ള സാധനമാണ്. പക്ഷേ ദിസ് ഫീൽസ് വെരി ഇൻട്രസ്റ്റിംഗ്, നല്ല എൻഗേജിങ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ഉള്ളത് കൊണ്ടും കാഴ്ചയിൽ അതിമനോഹരമായിട്ടുള്ളത് കൊണ്ടും നമ്മളിങ്ങനെ കണ്ടിരിക്കും. കാഴ്ചയിൽ മനോഹരം എന്ന് പറയുമ്പോൾ ഇത് കളറല്ല, ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചില സാധനങ്ങളുണ്ട്, ഈ ഭയങ്കര എസ്തെറ്റിക് ആയിട്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. അതിലിങ്ങനെ നമ്മളിങ്ങനെ കണ്ടിരിക്കുക. അല്ലെങ്കിൽ സൗണ്ട് ഡിസൈനും വിഷ്വൽ ക്വാളിറ്റിയൊക്കെ അടിപൊളിയായതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടിരിക്കുന്ന രീതിയിലുള്ളൊരു സാധനം. ആൻഡ് ഇതിൻ്റെ കഥ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ടോം റിപ്ലി എന്നൊരു ക്യാരക്ടറിനെ ബേസ് ചെയ്താണ്. ആക്ച്വലി ഇതൊരു 50s ഇറങ്ങിയ ഒരു നോവലിൻ്റെ അഡാപ്റ്റേഷനാണ്. ഈ ടോം റിപ്ലി എന്ന് പറയുന്നത് ന്യൂയോർക്കിൽ അല്ലറ ചില്ലറ ബാങ്ക് ഫ്രോഡും ഈ ഒരു ചെക്ക് തട്ടിപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരൻ, ചെറിയ കുറച്ച് ഉടായ്പ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് ഗ്രീൻ ലീഫ് എന്ന് പറയുന്ന ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ അദ്ദേഹത്തിൻ്റെ ഓടിപ്പോയിട്ടുള്ള മകനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു മിഷൻ കൊടുക്കുന്നു. ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭയങ്കര വെൽത്തിയാണ് ഈ ഒരു ഗ്രീൻ ലീഫ് എന്ന ക്യാരക്ടർ. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വത്തിനും അർഹമാണ് ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ മകനായ റിച്ചാർഡ് ഗ്രീൻ ലീഫ്. ഇവരെ വിട്ടിട്ട് പാരൻസിനെ വിട്ടിട്ട് ഇറ്റലി പോയി താമസിക്കുകയാണ്. സോ ആ ആളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യിപ്പിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. തെറ്റിദ്ധരിച്ചിട്ടാണ്, ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് ഈ ഒരു ടോം റിപ്ലി എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു കാര്യത്തിനായിട്ട് ഇദ്ദേഹത്തെ അസൈൻ ചെയ്യുന്നത്. സോ അങ്ങനെ ഈ റിപ്ലി എന്ന ക്യാരക്ടർ ഇറ്റലിയിലേക്ക് പോകുന്നതും അവിടെ വെച്ച് ഈ റിച്ചാർഡ് ഗ്രീൻ ലീഫിനെ കണ്ടുമുട്ടുന്നതും തുടർന്ന് എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സീരീസാണിത്. തുടർന്ന് എന്തൊക്കെ നടന്നു നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. അവിടെ പോയിട്ട് ഈ ഒരു ക്യാരക്ടർ അദ്ദേഹത്തെ കണ്ടുമുട്ടും. ആ ഒരു റിച്ചാർഡ് ഗ്രീൻ ലീഫിൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, മാർജ്. സോ ഇവർ മൂന്നുപേരും തമ്മിലാണ് ഈ സീരീസ് മുഴുവനായിട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു പ്രധാനപ്പെട്ട ഈ 3 ക്യാരക്ടേഴ്സ് തമ്മിൽ എന്തൊക്കെയാണ് നടക്കുക, സൈക്കോളജിക്കലി എന്തൊക്കെയാണ് ഈ ഒരു ക്യാരക്ടർ മൈൻഡിൽ വെച്ചിട്ടുള്ളത്, എന്തൊക്കെ ഡിസിഷൻസാണ് ഈ ഒരു ക്യാരക്ടർ എടുക്കുക എന്നുള്ളത് ഭയങ്കര എൻഗേജിങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ തുടക്കത്തിൽ കുറച്ച് സ്ലോ പേസ് ആയിട്ട് ആ ഒരു മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് ഓരോ പർട്ടിക്കുലർ ഇവൻറ്റ് വരുമ്പോൾ അതിനെങ്ങനെ ഈ ഒരു ക്യാരക്ടർ തരണം ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ ആ ക്യാരക്ടറിനൊപ്പം തന്നെ പോകുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഒരു ഗ്രേ ഷെയ്ഡുള്ള എല്ലാവരും ഒരു ഗ്രേ ഷെയ്ഡുള്ള ഒരു നെഗറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ആൻറ്റി ഹീറോ സെറ്റപ്പിലുള്ള ഒരു ക്യാരക്ടറാണെന്ന് പറയാം. അതുകൊണ്ട് ആരും വെള്ളപൂശാൻ സീരീസ് ഉദ്ദേശിക്കുന്നില്ല. ആൻഡ് ആ ഒരു മോഡ് അതിൻ്റെ ആ ഒരു മേക്കിങ്ങിൽ ഒരു വരാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് പ്രോപ്പറായിട്ട് തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും ദിസ് ഫീൽസ് വെരി അപ്പീലിംഗ്. നമുക്കിങ്ങനെ ഭയങ്കര പ്ലസൻ്റാണ് ഇത് കണ്ടിരിക്കാൻ. ആൻഡ് അതിനൊപ്പം തന്നെ ഇവർ കൊടുത്തിട്ടുള്ള സൗണ്ട് ഡിസൈൻസ് ഉണ്ട്. ആ ഒരു ജോഗ്രഫിക്ക് പറ്റുന്ന കുറേ സാധനങ്ങൾ വെറുതെ ജസ്റ്റ് ഒരു ക്യാരക്ടറുകൾ നടന്നു പോകണമെങ്കിൽ ഈ ഇറ്റലിയിലും റോമിലൊക്കെ ഇങ്ങനെ കല്ലിട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. ആ കല്ലിട്ട സ്ഥലങ്ങളിൽ ചില സമയത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവും. സോ അതിൽ ഈ ഇങ്ങനെ ബൂട്ടിൻ്റെ കാലടി വയ്ക്കുമ്പോൾ ആ ഒരു വെള്ളത്തിൽ ആ ഒരു ബൂട്ട് വന്ന് വീഴുന്നതും ആ ഒരു ടൈല് എല്ലാം കൂടിയുള്ള ഒരു സൗണ്ടൊക്കെ, അങ്ങനത്തെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് സൗണ്ട് ഡിസൈൻസ് ഉണ്ട് ഇതിൽ. സോ നല്ല ഹെഡ്സെറ്റ് വെച്ച് കണ്ടു നോക്കാം. നല്ലൊരു കിഡിലിൻ എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ 3 പേരുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ലാത്തതാണ്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര നാച്ചുറലാണ്. പ്രത്യേകിച്ച് ഈ ഒരു ടോം റിപ്ലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്താണ് എപ്പോഴാണ് ഇങ്ങനെ ചിന്തിക്കുക എന്ന് പറയുന്നത്, ഈ ഒരു ചങ്ങയുടെ ചെറിയ നേരത്തൊരു ചിരിയുണ്ട്. ഇത് കാണുന്നത് നമുക്കേ ഭയങ്കര ഇറിറ്റേഷനാവും. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട. ദെൻ ഈ പറയുന്ന മാർജ് കിഡിലും ക്യാരക്ടർ, ദെൻ ഈ റിച്ചാർഡ് ഗ്രീൻ ലീഫ്, ഇവരൊക്കെ തന്നെ കിഡിലും പെർഫോമൻസ് ഒന്നും തന്നെ പറയാനില്ല. സോ ഇവരുടെ പെർഫോമൻസിൻ്റെ ക്വാളിറ്റിയും മേക്കിംഗ് ക്വാളിറ്റിയും ഈ ഒരു നല്ല എൻഗേജിങ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ഉള്ളത് കൊണ്ട് നമുക്കിങ്ങനെ തറവായിട്ട് എൻഗേജ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീരീസാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ കുറച്ച് സ്ലോ പേസ് ആയിരിക്കും, പക്ഷേ പിന്നീട് അങ്ങോട്ടായിരിക്കും ഇതിൻ്റെ ക്ലച്ച് പിടിച്ച് പോവുക. പക്ഷേ സ്റ്റിൽ ഞാൻ പിന്നെയും പറയുന്നു, ഇത് ഭയങ്കര സ്ലോ പേസ് ആയിട്ടുള്ള സാധനമാണ്. ഭയങ്കര ഒരു ത്രില്ലർ മോഡിലേക്ക് ഒരിക്കലും നീങ്ങില്ല. നിങ്ങൾ എന്താണ് ആദ്യം കണ്ടിട്ടുള്ളത് അതേ മോഡിൽ തന്നെ ആയിരിക്കും പോവുക. ആ ഒരു ഫസ്റ്റ് 1-2 എപ്പിസോഡ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സീരീസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിർത്തിയിട്ട് പോകുന്നതാണ്. കാരണം അത് അങ്ങനെ തന്നെയാണ് മുഴുവൻ അങ്ങോട്ടും. അതിൻ്റെ ആ ഒരു ജോഗ്രഫിയും ആ ഒരു ടെറൈനും ആ ഒരു മേക്കിങ്ങും ഞാനീ പറഞ്ഞ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട് ഡിസൈൻ അടക്കം ആസ്വദിച്ച് കണ്ടാൽ മാത്രമാണ് ഈ സീരീസ് കംപ്ലീറ്റ് ആയിട്ട് എൻഗൾഫ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു മോഡലുള്ള സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, കളർ കണ്ട് ശീലിച്ചവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഇതിന് അതിൻ്റേതായ ബ്യൂട്ടി ഉണ്ട്. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ എല്ലാ എപ്പിസോഡുകളും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഒരു 8 എപ്പിസോഡുകളാണ് മൊത്തം ഉള്ളത്. ഒരു മിനി സീരീസാണ്, റിട്ടേണിംഗ് സീസൺ ഇല്ല. സോ കംപ്ലീറ്റ് ആയി. ആൻഡ് വേണമെങ്കിൽ ഇവർക്ക് അടുത്ത സീസൺ കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ് ഇത് എൻ്റെ വെച്ചു. പക്ഷേ സ്റ്റിൽ ഇതിൻ്റെ എൻ്റെയും ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. സോ ഇൻ ടോട്ടൽ 8 എപ്പിസോഡ്, ഓരോന്നൊരു 40-50 മിനിറ്റ് റൺ ടൈം വരുന്ന ഒരു മിനി സീരീസ്. സോ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ സീരീസ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.